അബി കേറി വരുമ്പോ ഉപ്പാന്റെ അടുത്ത് സലാം പറയേ, എപ്പോഴും ഫോണിൽ കുത്തിയിരിക്കാതെ. ഒരുപക്ഷെ ഈ മോനും പ്രതികരിച്ച രീതി ചെറുതായിട്ടൊന്ന് മാറിയിരുന്നെങ്കിൽ. നബിയെ, അസ്സലാമു അലൈക്കും മോനെ. ഇതല്ല, വാ ഇവിടെ ഇരിക്ക്. നബിയെ, എന്റെ മോൻ ഇങ്ങോട്ട് വരുമ്പോഴും അങ്ങോട്ട് പോകുമ്പോഴും ഒക്കെ ഇപ്പൊ ഇങ്ങനെ ആലോചിക്കും, മോൻ എന്നെ നോക്കുന്നുണ്ടോ, എന്നോടൊരു സലാം പറയണ്ടോന്ന്. നീ ചെയ്യാറില്ല. മോൻ എന്താ എന്നോടൊരു സലാമൊക്കെ പറയാത്ത? ഇപ്പൊ എന്നോടും പറയാറില്ലല്ലോ. ഞാനും പറയാറില്ലല്ലേ? അത് ശരിയാ. ഇനി മുതൽ ഉപ്പ എന്റെ മോനോട് അങ്ങോട്ട് പറയാം. പക്ഷെ എങ്ങാനും ഉപ്പ പറയാതിരുന്നാല് ഞാൻ പറയും. പറയോ? ഇതൊരു ശരാശരി മലയാളി കുടുംബത്തിന്റെ അവസ്ഥയാണ്. പ്രത്യേകിച്ച് ഉപ്പയും മകനും, അച്ഛനും മക്കളും, പ്രത്യേകിച്ച് മകനുമായിട്ടുള്ള ബന്ധം ഭയങ്കര ദൂരത്താണ്. പരസ്പരം തമ്മിൽ കണ്ടാൽ മിണ്ടാത്തത് പോയിട്ട് പരസ്പരം ഒന്ന് നോക്കാൻ പോലും ഉള്ളൊരു ശ്രമം രണ്ടു ഭാഗത്തും ഉണ്ടാകാറില്ല. അതുകൊണ്ട് അതിന്റെ ഇടയിൽ ചിലപ്പോൾ മാതാവ്, അമ്മ, ഉമ്മ ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിക്കാനൊക്കെ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. പക്ഷെ ആ ശ്രമമൊക്കെ പലപ്പോഴും വിഫലമായി പോകാറുണ്ട്. കാരണം ഇതിൽ ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത് ഐദർ ഉപ്പ അല്ലെങ്കിൽ മകൻ. ഈ മകനോ അച്ഛനോ ഇനിഷ്യേറ്റീവ് എടുക്കാതെ ഈ കോൺഫ്ലിക്റ്റ് അവസാനിക്കില്ല. പ്രത്യേകിച്ച് പ്രവാസി കുടുംബത്തിൽ ഉപ്പ ഒരുപാട് വർഷം പ്രവാസ ജീവിതവും കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വരുമ്പോൾ പലപ്പോഴും മക്കളുമായിട്ടുള്ള ബന്ധങ്ങളുടെ ഹാർമണി ഒന്നും സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഉപ്പായും മക്കളും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന്റെ ആഴം എസ്റ്റാബ്ലിഷ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാൻ പലപ്പോഴും പലർക്കും മടിയാണ്. ഈ മടി പോകെ വലിയ വലിയ ദൂരങ്ങളാവും, ബന്ധങ്ങളിൽ വിള്ളലാകും. കണ്ടാൽ മിണ്ടാതെ, പറഞ്ഞാൽ കേൾക്കാതെ, വീട് നിശബ്ദമാകും. മനുഷ്യന്മാരൊക്കെ ജീവിച്ചിരിക്കെ, കുടുംബമൊക്കെ ഉണ്ടായിട്ടും പലരുടെയും വീട് ഇന്ന് മരണ വീടാണ്. ഈ അവസ്ഥ മാറണമെങ്കിൽ ഒരു ഓപ്പൺ കോൺവെർസേഷനിലേക്ക് ആരെങ്കിലും ഒരാളെ പോകണം. ആ ആൾ ആരാകുമെന്ന് തീരുമാനിക്കണം. ഉപ്പ ആകുമോ, മകനാകുമോ, ആരായാലും ഇറ്റ്സ് ഫൈൻ. ഒരാൾ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഹൃദയം തുറന്ന് ഫീലിങ്സ് എക്സ്ചേഞ്ച് ചെയ്യണം. ഇത്രയും നാള് ഞാൻ അനുഭവിച്ച എന്റെ ഈ ഫീലിംഗ് എന്റെ മകനോട് ഷെയർ ചെയ്യണം. മകൻ മിണ്ടാതെ, മകൻ നോക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന എന്റെ ഫീലിംഗ് എന്താണെന്ന് മകനോട് ഷെയർ ചെയ്യണം. മകൻ ഉപ്പയോട് ഷെയർ ചെയ്യണം. എക്സ്ചേഞ്ച് ചെയ്യണം, ഫീലിങ്സ് എക്സ്ചേഞ്ച് ചെയ്യണം. നമ്മൾക്കുണ്ടാവുന്ന വികാരങ്ങൾ നമ്മൾ തുറന്ന് സംസാരിക്കണം. അങ്ങനെ നമ്മൾ തുറന്ന് നമ്മളുടെ ഇമോഷൻസ് എക്സ്ചേഞ്ച് ചെയ്താൽ നെക്സ്റ്റ് ടൈം ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ, ഉപ്പ കടന്നു പോകുമ്പോൾ, മകൻ കടന്നു വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചിന്ത വരും. ഒന്ന് ചിരിച്ചാൽ, ഒന്ന് മിണ്ടിയാൽ, സലാം പറഞ്ഞാൽ, അങ്ങനെ ഒരു ചിന്ത തന്നെ മനസ്സിൽ വന്നാൽ ഒരുപാട് ബന്ധങ്ങളിലെ വിള്ളലുകൾ നമുക്ക് മാറ്റാൻ സാധിക്കും. മോനെ, എനിക്ക് പറയാനുള്ളത് മോനോടല്ല, എനിക്ക് പറയാനുള്ളത് ഉപ്പയോടും അല്ല, നമുക്ക് പറയാനുള്ളത് നിങ്ങളോടാണ്.